ശ്രീ ശശീന്ദ്രൻ, അതായത് ഈ കഴിഞ്ഞ മാസം, അതായത് ജൂൺ മാസം 25-ാം തീയതി ചേർന്ന യോഗമെടുത്ത തീരുമാനങ്ങളുണ്ട്. അതായത് ആ യോഗം എന്ന് പറയുന്നത് കള്ളാടി മേപ്പാടി അവിടുത്തെ ഈ പ്രവർത്തന പുരോഗതി, തുരങ്കപാതയുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്താനും അതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനുമായി നടത്തിയ സൈറ്റ് സന്ദർശനവും അതേ തുടർന്നുള്ള ചർച്ചയും തീരുമാനങ്ങളുമാണ്. അതിൽ സുപ്രധാനമായ ഒരുപാട് തീരുമാനങ്ങൾ ജൂൺ മാസത്തിൽ എടുത്തിരുന്നു. ഈ പ്രദേശത്ത് മഴ കനക്കുമ്പോൾ എന്തു ചെയ്യാം, എന്തു ചെയ്യരുത്, ഏതൊക്കെ തരത്തിൽ ആ മണൽക്കൂനയുടെ കാര്യത്തിൽ എന്തു ചെയ്യണം. അവിടെ മണൽക്കൂനയാണ്, അതായത് ഒരു ഈ നിർമ്മാണത്തിൻ്റെ ഭാഗമായി അവിടെ നിന്ന് എടുത്തിട്ടുള്ള മണ്ണ് ഒരു പ്രദേശത്ത് കൊണ്ട് കൂമ്പാരം പോലെ കൂട്ടിയിട്ടു, അതൊരു മണൽക്കൂനയായി മാറുകയായിരുന്നു. ആ മണൽക്കൂന മാറ്റണം എന്നുള്ളതാണ് ആ ചർച്ചയിൽ, ആ യോഗത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, ആലോചനയും തീരുമാനവും. അന്നത്തെ ആ തീരുമാനം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി, 2 ആഴ്ച അടുക്കുന്നു. ആ തീരുമാനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഈ ഇന്ന് സംഭവിച്ചതുപോലെ ഒരു ദുരന്തം ഒഴിവാക്കാനാകുമായിരുന്നോ ശ്രീ ശശീന്ദ്രൻ? പ്രിയപ്പെട്ട ശരത്ത്, തീർച്ചയായും ഒഴിവാക്കാൻ കഴിയുമായിരുന്നൊരു ദുരന്തമാണ് വയനാട്ടിലെ ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തി 3 വിലപ്പെട്ട ജീവൻ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്നുള്ള തൊഴിലാളികളാണവർ. അതോടൊപ്പം തന്നെ കൂടുതൽ മരണസംഖ്യ ഉയരാൻ ഇടയുണ്ട് എന്നാണ് എല്ലാവരും ഉത്കണ്ഠപ്പെടുന്നത്, ആശങ്കയായിട്ടുള്ളത്. 25-ാം തീയതിയാണ് ഈ യോഗം ചേർന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗമായിരുന്നത്. അതിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാമത്തെ തീരുമാനം തന്നെ ശക്തമായ മഴയുണ്ടായാൽ അതിന് ആവശ്യമായ മുൻകരുതലെടുക്കണം. ആ മുൻകരുതലെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രവൃത്തി നിർത്തിവെപ്പിക്കണം, അവിടെയുള്ള മണ്ണ് മാറ്റണം. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് മാനേജ് കമ്മിറ്റി EMC എന്ന് പറയും, സുപ്രീം കോടതിയും കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയവും നമുക്ക് തുരങ്കപാതയുടെ അനുമതി തരുമ്പോൾ EMC കൃത്യമായി ചേർന്ന് തീരുമാനങ്ങൾ എടുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് അറിയാം. തീർച്ചയായിട്ടും സെക്രട്ടറി മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടാകും എന്നാണല്ലോ നമ്മൾ അനുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ഉണ്ടാകാം. വയനാട്ടിൻ്റെ കൽപ്പറ്റയുടെ MLA മന്ത്രി കൂടിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും മന്ത്രിസഭയിലെ സഹപ്രവർത്തകരെന്ന നിലക്ക്, കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിമാരെന്ന നിലക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള സിദ്ദിഖിനെ അറിയിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ രീതി. പക്ഷേ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി പോലും അതിനുവേണ്ടി ചേർന്നില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സ്വന്തം മണ്ഡലത്തിൽ ഇത്രയും വലിയൊരു ഒരു അപകടകരമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളും മുൻകരുതലുകളും വേണമെന്ന് നിർദ്ദേശിച്ചിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. സർക്കാരിൻ്റെ ഗുരുതര വീഴ്ചയായിട്ടേ നമുക്കതിനെ കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് സിദ്ദിഖ് തന്നെ, മിനിസ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് മനുഷ്യനിർമ്മിതമാണെന്ന്. ആരാണ് ഉത്തരവാദി എന്നുകൂടി മന്ത്രി എന്നതിലേക്ക് അദ്ദേഹം പറയണ്ടേ. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. കാരണം അവിടെ നാട്ടുകാരും ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും പോലീസും NDRFും പ്രദേശവാസികളും അവിടെ നിന്നുള്ള പഞ്ചായത്ത് ജനപ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ രക്ഷാപ്രവർത്തനം ഔദ്യോഗിക സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാരങ്ങ് ആരംഭിച്ചു. അതിലെല്ലാവരും ഉണ്ടായിരുന്നു, അവിടെയുള്ള എല്ലാ ആൾക്കാരും. അതുകൊണ്ടാണ് ഇതിൻ്റെ വ്യാപ്തിയും മറ്റു കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ നമുക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട യോഗത്തിൻ്റെ തീരുമാനം ഒന്നുപോലും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. മറ്റൊരു തീരുമാനമാണ് അതിശക്തമായ മഴയുണ്ടായാൽ, ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു, അതിശക്തമായ മഴയുണ്ടായാൽ മീനാക്ഷി പാലത്തിന് സമീപം താമസിക്കുന്നവരെ മുഴുവൻ മാറ്റിപ്പാർപ്പിക്കണം. ഒന്നും ചെയ്തില്ല. അവിടെ തൊഴിൽ ചെയ്യാൻ വേണ്ടി പാടില്ല. നല്ല മഴ ചെയ്താൽ 250 mm കൂടുതൽ മഴയുണ്ടായാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന നിർദ്ദേശമാണ് ആ യോഗത്തിലുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി നല്ല മഴയാണ്. എത്ര മഴ പെയ്തു എന്നുള്ളത് ഔദ്യോഗികമായിട്ട് എനിക്കറിയില്ല. പക്ഷേ അവിടെ രാവിലെ ആളുകളൊക്കെ പോകുമ്പോൾ തൊഴിലെടുക്കുന്ന കാണുന്നുണ്ട്. ആളുകൾ തൊഴിൽ ചെയ്യുന്നുണ്ട്. തൊഴിലാളികളെന്ന് പറഞ്ഞാൽ എല്ലാ തൊഴിലാളികളും ആയിരിക്കില്ല, കുറച്ച് പേരാണെങ്കിലും 10-18 പേർ തൊഴിലെടുത്തു എന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. 10-18 പേർ തൊഴിലെടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലായിരുന്നല്ലോ. അതിനെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിലല്ലേ നിക്ഷിപ്തമായിരിക്കുന്നത്. ആ രീതി അവർ ചെയ്യണമായിരുന്നല്ലോ. പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള ഒരു പ്രദേശത്ത് ഇടയ്ക്കിടയ്ക്ക് ദുരന്തമുണ്ടാകുന്നൊരു നാടാണത്. അവിടെ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ളത് സർക്കാരിൽ നിക്ഷിപ്തമായ അടിയന്തര ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്. കേവല ഉത്തരവാദിത്തമല്ല, അടിയന്തര ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വന്നിട്ടുള്ള വീഴ്ച വലിയ രീതിയിൽ നമുക്ക് അവിടെ ദുരന്തത്തിൻ്റെ വ്യാപ്തി 3 മരണം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. മധ്യപ്രദേശിൽ ഇവിടെ വന്ന് ഈ മധ്യപ്രദേശിലുള്ളൊരു കമ്പനിയാണ് DBL എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദിലീപ് ബിൽഡ് കോൺ ലിമിറ്റഡ് കമ്പനിയാണ് ഈ ജോലി കരാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേ ആണ് അതിനാവശ്യമായിട്ടുള്ള SPV ആയിട്ട്, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അവരുടെയൊക്കെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് തലത്തിലെടുത്ത തീരുമാനം നടപ്പാക്കാൻ ഉത്തരവാദിത്തം ആർക്കാണ്? കമ്പനിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? മണ്ണ് 1 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് അവിടെയുണ്ട്, അത് മാറ്റണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്.
ആ ചർച്ച ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മെയ് മാസത്തിൽ തന്നെ ഈ ചർച്ചയെല്ലാം തുടരേണ്ടതാണ്. മഴക്കാലത്തിന് മുമ്പ് മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ ഈ കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മഴക്കാലപൂർവ്വ നിർദ്ദേശങ്ങളും